അഹങ്കാരം നമ്മെ കുഷ്ഠരോഗി പോലും ആക്കാൻ പറ്റും. അതിന് ശക്തിയുള്ളതാണ് അഹങ്കാരം. അഹങ്കാരം കുഷ്ഠരോഗം പോലും സമ്മാനിക്കാൻ ശക്തിയുള്ളതാണ് എന്ന യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാതിരിക്കും. സംഭവം ഞാൻ ഓർക്കുന്നു. ഒരു ഇടവകയിൽ ചെന്നപ്പോൾ ഞാൻ കേട്ട കാര്യമാണ്. അവിടെ കമ്മിറ്റി കൂടുക, ഇടവക ജനം, അത് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുണ്ട്, വികാരി അച്ഛനോടൊപ്പം. ഈ മീറ്റിംഗിന്റെ ഇടയ്ക്ക് ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അച്ഛാ, ഒരു 17 തേങ്ങയുടെ കണക്ക് കാണുന്നില്ല, എണ്ണത്തിൽ ഒരു 17 തേങ്ങയുടെ കുറവുണ്ട്. അച്ഛൻ അടിച്ചു മാറ്റിയതാണെങ്കിൽ പറഞ്ഞാൽ മതി, അതനുസരിച്ച് അവിടെ കൊണ്ടുവന്ന് തീർന്നോളൂ. ഈ അച്ഛൻ കരഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴേ ഈ മനുഷ്യൻ ചെയ്തൊരു കാര്യം, പോകണ്ടവും പോയി എന്ന് പറഞ്ഞ് അച്ഛൻ ഇരുന്ന കസേരയിൽ ഇരുന്ന് ബാക്കി നമുക്ക് മീറ്റിംഗിന്റെ കാര്യങ്ങൾ നമുക്ക് അതുമായിട്ട് മുമ്പോട്ട് പോകാം എന്ന് പറഞ്ഞു. അച്ഛൻ കരഞ്ഞാണ് ആ ഇടവകയിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോയത്. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അധികം നാളൊന്നും എടുത്തില്ല. ഇതുപോലെ അഹങ്കാരം കാണിച്ച ആ വ്യക്തി കണ്ടെത്തി പുള്ളിയെ എന്തോ ശാരീരിക അസ്വസ്ഥതകളൊന്ന് ആശുപത്രി കൊണ്ടുവന്നപ്പോൾ ടെസ്റ്റ് നടത്തിയപ്പോൾ അവർക്ക് സംശയം തോന്നി. ഫർദർ ടെസ്റ്റ് നടത്തി പാനൽ ഓഫ് ഡോക്ടേഴ്സ് അവർ കൺഫേം ചെയ്തു ആ പുള്ളിക്ക് ക്യാൻസർ ആണ്, അതും നാവിന് ക്യാൻസർ. ഇവിടെ അഹങ്കാരം, നമുക്കറിയാം ക്യാൻസർ രോഗമൊക്കെ നമ്മൾ വളരെ ഗൗരവമുള്ള രോഗമായിട്ടാണ് കാണുക. ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നയിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ അഹങ്കാരമാണെന്നുള്ള ഒരു സംസാര വിഷയം ആ ഇടവകയിൽ മൊത്തം പരന്നതാണ്. ഓക്കെ, ക്യാൻസർ ഇങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ ഭയങ്കരമാണ് കുഷ്ഠരോഗം.